പത്തനംതിട്ട കോന്നിയിൽ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് വേണ്ടി സർക്കാർ മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങൾ പണിത സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണ്. വർഷങ്ങൾക്ക് മുൻപ് വെള്ളക്കടലാസിൽ എഴുതി നൽകിയ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ ഇവിടെ കോടികൾ ചെലവിട്ടത്. അതേസമയം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി അളന്നു തിരിച്ച് സ്വകാര്യ വ്യക്തിക്ക് കൈമാറി. വിശദാംശങ്ങൾ CK അഭിലാൽ തരും. കോന്നിയിലെ നിർദ്ദിഷ്ട കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡാണ്. ഗ്യാരേജ്, ഓഫീസ് കെട്ടിടം, ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ പാതി വരുന്ന സ്ഥലം. ആകെ വിസ്തൃതി 2 ഏക്കർ 41 സെന്റ് ആണെങ്കിൽ ഇതിൽ 1 ഏക്കർ 10 സെന്റിന്റെ ഉടമ സ്വകാര്യ വ്യക്തിയാണ്. കോന്നി സ്വദേശി രവി എസ് നായർ. 1 ഏക്കർ 10 സെന്റ് എൻ്റേതാണ്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഞാൻ കാണിച്ച പ്രകാരമുള്ളത് ഈ ബിൽഡിംഗ് ഇരിക്കുന്ന അസറ്റ് എൻ്റേതാണ്. എൻ്റെ ഇന്ന് 2013 എന്നോട് സമ്മതം ചോദിച്ചിരുന്നു. ഞാനത് എഴുതി കൊടുത്തിരുന്നു, മണ്ണ് നികത്തുക, അത് മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള വില തരണമെന്നുള്ളത്. അത് തന്നില്ല. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ടാക്സ് അടച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഞാൻ 17 കൊണ്ട് ഹൈക്കോർട്ടിൽ ഓർഡർ ചെയ്തു. ഇപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് ഓർഡർ വന്നു. മൂന്ന് മാസത്തിനകം സെറ്റിൽമെൻറ്റ് എന്നാൽ ഈ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ മേൽ യാതൊരു അവകാശവും ആർക്കും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോർട്ടിൽ നിന്ന് ഓർഡർ ഉണ്ട് 2017. അത് പ്രകാരം ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ മതിൽ കെട്ടിയില്ല, ഞാൻ വിട്ടു. അത് കഴിഞ്ഞാണ് വീണ്ടും ഇത് അപ്രോച്ച് ചെയ്തു. അതോറിറ്റി അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണ്, ഞാൻ തരാം, എടുത്തോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സെറ്റിൽമെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ കണ്ടിന്യൂ ചെയ്തു. എല്ലാം ഡെവലപ്പ് ചെയ്ത് എല്ലാം കൊണ്ടുവന്നു. 25-26 ടാക്സ് അടയ്ക്കാൻ ചെന്നപ്പോൾ എൻ്റെ പേരില്ല കെ.എസ്.ആർ.ടി.സി ഉടമസ്ഥാവകാശം എന്നുള്ള പോർട്ടലിൽ വരുന്നത്. ഞാനത് ഇവരെ വീണ്ടും കണ്ട് ഒരുപാട് കളക്ട്രേറ്റ് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരേ ഒരു മീറ്റിംഗ് 3/8/24 വെച്ചു. ഞാൻ എല്ലാവരോടും ചോദിച്ചു. അത് കഴിഞ്ഞ് ഒരു ആക്ഷനും ആരും എടുത്തില്ല. അവസാനം ഫെബ്രുവരിയിൽ ഞാൻ കൊണ്ട് കേസ് ഫയൽ ചെയ്തു. അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഓർഡർ വന്നു. ഓർഡർ ഡേറ്റഡ് 19/6/25 ഓർഡർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ മതിൽ കെട്ടി ഇത് അളന്ന് തിരിക്കാൻ പറഞ്ഞു. അളന്ന് തിരിച്ച് കരം വാങ്ങിക്കാനായിട്ട് റവന്യൂ അതോറിറ്റിക്ക് അവർ ഇൻസ്ട്രക്ഷൻ ചെയ്തു ചോദിച്ചു. അതനുസരിച്ച് അവരെൻ്റെ നിന്ന് ടാക്സ് വാങ്ങിച്ചു. എല്ലാം ഇന്നലെ വന്ന് എല്ലാം അളന്ന് തിരിച്ചു തന്നു. ഉടനെ ഒരു അടുത്ത സമയത്തുള്ളിൽ തന്നെ ഞാൻ വേലി കെട്ടി മതിൽ കെട്ടി തിരിക്കുന്നതാണ്. കെ.എസ്.ആർ.ടി.സിയോ ഗവൺമെൻറ് ആവശ്യപ്പെടുവാണെങ്കിൽ സ്ഥലം കൊടുക്കാൻ റെഡിയാണ്. എൻ്റെ സെറ്റിൽമെൻറ്റ് ന്യായമായ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള സെറ്റിൽമെൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ അവർ അക്വയർ ചെയ്തിട്ട് എനിക്ക് അക്വയറിങ് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ് കൊടുക്കാൻ. അടൂർ പ്രകാശ് MLA ആയിരുന്ന കാലത്താണ് പദ്ധതിയുടെ തുടക്കം. ഗ്യാരേജും ഓഫീസ് ബിൽഡിംഗും നിർമ്മിച്ചത് അടൂർ പ്രകാശിൻ്റെ MLA ഫണ്ടിൽ നിന്ന്. ഇക്കാണുന്നതാണ് പുതിയ നിർമ്മിതി. ഇത് KU ജനീഷ് കുമാർ MLA ആയ ശേഷമാണ് നിർമ്മാണം തുടങ്ങിയത്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.